നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകൾ വേണമെന്ന് RJD, LDF നീതി പുലർത്തണമെന്നും കൂത്തുപറമ്പ്, വടകര, കൽപ്പറ്റ കൂടാതെ 3 സീറ്റുകൾ വേണമെന്നും RJD എം രാഗേഷ് ചേരുകയാണ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി. രാഗേഷ്, ഈ സീറ്റ് വിഭജനം വലിയൊരു അർത്ഥത്തിൽ തന്നെ LDFന് തലവേദനയാകുന്നു. ഈ പറഞ്ഞതുപോലെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് പിന്നാലെ RJDയും ഇപ്പോൾ കൂടുതൽ സീറ്റ് വേണമെന്ന ആവശ്യം ഉന്നയിച്ചിരിക്കുകയാണ്. എന്തായാലും രാഗേഷിലേക്ക് വരുന്നതിന് മുമ്പ് പ്രതികരണത്തിലേക്ക്. ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ RJD ഈ വിഷയം ഇടതുപക്ഷത്തിന് മുൻപാകെ തന്നെ വെച്ചിട്ടുള്ളതാണ്. CPIM സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന സമയത്ത് കോടിയേരി ബാലകൃഷ്ണൻ നൽകിയ ഉറപ്പുകളെല്ലാം തന്നെ പാലിക്കപ്പെടണം എന്നുള്ളതായിരുന്നു ആവശ്യം. പക്ഷേ ഇതൊന്നും തന്നെ ഇടതുമുന്നണി പരിഗണിക്കുന്നില്ല എന്നുള്ള പരാതിയും RJDക്ക് ഉണ്ടായിരുന്നു. ഇതിന്റെ ഭാഗമായാണ് നേരത്തെ തന്നെ RJD നേതൃയോഗം ചേർന്നുകൊണ്ട് ഈ ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഇതിനുശേഷമാണ് പിന്നീട് RJDയുമായി CPIM ഉഭയകക്ഷി ചർച്ച നടത്തിയത്. ഈ ഉഭയകക്ഷി ചർച്ചയിലും CPIM മുന്നോട്ട് വെച്ചൊരു കാര്യം സ്റ്റാറ്റസ് കോ നിലനിർത്തും, മുന്നണിയിലുള്ള ഒരു ഘടകകക്ഷിക്കും അധിക സീറ്റ് നൽകാനാവില്ല എന്നുള്ള കാര്യമാണ്. എന്നാൽ RJD ഇതിൽ തൃപ്തരല്ല. RJD സമ്മർദ്ദം ശക്തമാക്കാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. തിരുവനന്തപുരം, തൃശൂർ, ചാലക്കുടിയിലാണ് പ്രതീക്ഷിക്കുന്നത്. ഒപ്പം തന്നെ കോഴിക്കോട്. ഇങ്ങനെ 3 സ്ഥലങ്ങളിൽ അധികമായി സീറ്റ് വേണം. നിലവിൽ RJDക്ക് 3 സീറ്റുകളാണുള്ളത്. ഇതിൽ സംതൃപ്തരല്ല. വീണ്ടും ഉഭയകക്ഷി ചർച്ച എന്നുള്ള കാര്യമാണ് RJD മുന്നോട്ട് വെക്കുന്നത്. മറ്റ് ഘടകകക്ഷികൾക്ക് കൂടുതൽ സീറ്റ് നൽകുന്ന കാര്യത്തിലോ അത്തരം കാര്യങ്ങളിലോ ഒന്നും തന്നെ RJD പ്രതികരിക്കാൻ തയ്യാറല്ല. പക്ഷേ അതേസമയം തന്നെ നേരത്തെ തങ്ങളുടെ പക്കലുണ്ടായിരുന്ന പല സീറ്റുകളും പിടിച്ചെടുത്ത് മത്സരിച്ച സാഹചര്യത്തിൽ നേരത്തെ CPIM സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ നൽകിയ ഉറപ്പ് പാലിക്കാൻ തയ്യാറാകണമെന്നുള്ളതാണ്. അങ്ങനെ തയ്യാറാകാത്ത പക്ഷം എന്ത് എന്നുള്ള കാര്യം ഈ ഒരു ഉഭയകക്ഷി ചർച്ച, വരാനിരിക്കുന്ന ഉഭയകക്ഷി ചർച്ചയ്ക്ക് ശേഷം മാത്രമായിരിക്കും RJD തീരുമാനമെടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ നേതൃയോഗത്തിൽ തീരുമാനമായിട്ടുള്ളത്. സ്വപ്ന.